പുറപ്പാടിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഏവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന ദൈവവചന ഭാഗം ഇതാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കരുതെന്ന് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം ദൈവകൃപ നാം സ്വീകരിച്ചിട്ടുണ്ട്. മാമോദീസായിലൂടെ ദൈവകൃപ നമ്മുടെ ജീവിതത്തിലേക്ക് സമൃദ്ധമായി ഒഴുകി. സ്ഥൈര്യലേപനത്തിലൂടെ, ആദ്യ കുർബാന സ്വീകരണ സമയത്ത്, വിവാഹമെന്ന കുദാശ സ്വീകരിച്ച സമയത്ത്, ഇങ്ങനെ ഓരോ പ്രത്യേക അവസരങ്ങളിലും ധാരാളമായി ദൈവകൃപ നാം സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കൃപകൾ കർത്താവ് നൽകുന്നുണ്ട്. ഇവിടെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ആ ലഭിച്ചിരിക്കുന്ന ദൈവകൃപ നാം വ്യർത്ഥമാക്കരുത്. അദ്ദേഹം അപേക്ഷിക്കുകയാണ്, ദൈവകൃപ നാം വ്യർത്ഥമാക്കരുത്. ഇപ്പോൾ നമ്മളൊരു സഞ്ചിയിൽ, ഒരു പ്ലാസ്റ്റിക് ബാഗിൽ കുറച്ച് പയറോ അരിയോ ഇട്ട് കൊണ്ടുപോകാൻ വിചാരിച്ചു. ആ സഞ്ചിക്ക് ചെറിയൊരു ഓട്ടയുണ്ടെങ്കിൽ ആ ഓട്ടയിലൂടെ ഈ പയർ മണികൾ അല്ലെ അരി നമ്മൾ പോലും അറിയത്തില്ല, ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഊർന്നു പൊയ്ക്കൊണ്ടിരിക്കും. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ ചെറിയ ഓട്ടകളുണ്ടാകും. ആ ഓട്ടകൾ നമ്മുടെ ബലഹീനതകളാണ്. അത് ചിലപ്പോൾ നമ്മുടെ അഹങ്കാരമാകാം, മറ്റുള്ളവരെ കുറ്റം പറയുന്ന സ്വഭാവമാകാം, നമ്മളിലുള്ള ചില തഴക്ക ദോഷങ്ങളാകാം, ദൈവവിശ്വാസമില്ലായ്മയാകാം, മനസ്സിൽ നാം സൂക്ഷിച്ചിരിക്കുന്ന ചില വെറുപ്പാകാം, നിയന്ത്രിക്കാൻ പറ്റാത്ത നമ്മുടെ കോപമാകാം. ഈ ബലഹീനതകൾ അത് ബോധപൂർവം കണ്ടെത്തി തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ, അല്ലെങ്കിൽ ഓട്ടയടയ്ക്കാൻ തയ്യാറായില്ലെങ്കിൽ, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ദൈവകൃപ ചോർന്നു പോയിക്കൊണ്ടിരിക്കും. പൗലോസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ നഷ്ടമാക്കരുതെന്ന് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അപ്പോൾ നമ്മളിൽ പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്, നമ്മളൊക്കെ മനുഷ്യരല്ലേ, ബലഹീനരല്ലേ, നമുക്കെങ്ങനെ ഒരു വിശുദ്ധനായി ജീവിക്കാനായിട്ട് പറ്റും? കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 13-ാം വാക്യത്തിലെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ട്: മനുഷ്യ സഹജമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, മനുഷ്യ സഹജമല്ലാത്ത ഒരു പ്രലോഭനവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വരത്തില്ല. നമ്മുടെ ശക്തിക്ക് അതീതമായ ഒരു പ്രലോഭനവും നമ്മുടെ ജീവിതത്തിൽ വരുവാൻ ദൈവം അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ജയിക്കാനായിട്ടുള്ള കൃപ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, കർത്താവ് നമ്മളെ വിളിച്ചത് വിശുദ്ധരാകാൻ വേണ്ടിയാണ്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണനായിരിക്കുവൻ. വിശുദ്ധിയിലേക്ക് നമ്മളെ വിളിച്ചത്. ഒരു വിശുദ്ധനാകാനായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വെളിയിൽ ജീവിക്കാനായിട്ടുള്ള കൃപ ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. ഒരു വിവാഹ ജീവിതത്തിലേക്കാണ് ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുവാൻ വേണ്ട കൃപ ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. സന്യാസത്തിലേക്കാണ് കർത്താവിനെ വിളിച്ചിട്ടുള്ളതെങ്കിൽ ആ സന്യാസം ജീവിക്കാനായിട്ടുള്ള കൃപ ദൈവം നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ എന്നെ ഏതവസ്ഥയിലേക്ക് വിളിച്ചോ ആ അവസ്ഥയിൽ ജീവിക്കാൻ എല്ലാ കൃപകളും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റാത്ത, നമുക്ക് നയിക്കാൻ പറ്റാത്ത ഒരു ജീവിത സാഹചര്യത്തിലേക്ക്, ജീവിത അവസ്ഥയിലേക്ക് കർത്താവ് ഒരിക്കലും നമ്മെ വിളിക്കില്ല, അതിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കൃപ തരാതെ.
വിശുദ്ധ പാദ്രോപ്പിയോ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഓരോ പ്രലോഭനങ്ങളെയും ഓരോ പുണ്യങ്ങളാക്കാനായിട്ട് നമുക്ക് പറ്റും, ആ പ്രലോഭനങ്ങളെ ഈശോയോട് ചേർന്ന് അതിജീവിക്കുമ്പോൾ. ഓരോ പ്രലോഭനങ്ങളെയും ഓരോ പുണ്യങ്ങളാക്കാനായിട്ട് നമുക്ക് പറ്റും, ഈശോയോട് ചേർന്ന് ആ പ്രലോഭനങ്ങളെ ഞാൻ അതിജീവിക്കുമ്പോൾ. അപ്പം കൃപയിലാണ്, ദൈവകൃപയിലാണ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം പ്രലോഭനങ്ങളില്ലാത്ത അവസ്ഥയല്ല, മറിച്ച് ദൈവകൃപ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന, അനുദിന ജീവിതത്തിലുണ്ടാകുന്ന പ്രലോഭനങ്ങളെ, പ്രതിസന്ധികളെ നേരിടാനായിട്ടുള്ള കരുത്താണ് ദൈവത്തിൻ്റെ കൃപ. ഇനി എങ്ങനെ എനിക്ക് ദൈവകൃപയിൽ വളരാനായിട്ട് പറ്റും? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ദൈവകൃപയിൽ നാം നിലനിൽക്കണം. എങ്ങനെ എനിക്ക് ആ ദൈവകൃപയിൽ നിലനിൽക്കാനായിട്ട് പറ്റും? അതിലൊന്നാമത്തെ ഒരു കാര്യം ഇതാണ്, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ടാകണം. അപ്പോൾ ഞാനിന്ന് അനുഭവിക്കുന്ന സന്തോഷം, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ, എൻ്റെ സാമ്പത്തിക മേഖലകൾ, എൻ്റെ വിശ്വാസം, എൻ്റെ പ്രാർത്ഥനാ ജീവിതം, എൻ്റെ ആരോഗ്യം, എൻ്റെ കുടുംബത്തിൽ ഞാൻ അനുഭവിക്കുന്ന സ്നേഹം, എന്നിൽ എന്തെല്ലാം നന്മകളുണ്ടോ അതൊക്കെ ദൈവം എനിക്ക് നൽകിയ ദാനമാണ് എന്ന ഉറച്ച ബോധ്യമുണ്ടാകുമ്പോഴാണ് നാം ദൈവകൃപയിൽ വളരുന്നത്. നമ്മുടെ ജീവിതത്തിലെല്ലാം ദൈവകൃപയാണ്. ഒരിക്കൽ റോമിൽ ഒരു സിനഡ് നടക്കുകയാണ്, നമ്മുടെ സെയിൻറ്റ് അഗസ്റ്റിനൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ. അപ്പോൾ ഫാദർ അഗസ്റ്റിനും ബിഷപ്പ് ജെറോം, അദ്ദേഹം സഭയിലെ വലിയ പണ്ഡിതനാണ്. ഇവരെ രണ്ടുപേരെ മാർപ്പാപ്പ സഭയിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചൊരു പ്രബന്ധം അവതരിപ്പിക്കാനായിട്ട് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും അതേക്കുറിച്ച് ആഴത്തിൽ പഠിച്ചു, അവരവരുടെ ആശയങ്ങൾ സിനഡിൽ പങ്കുവച്ചു. പക്ഷേ ഫാദർ അഗസ്റ്റിൻ, നമ്മുടെ ഇന്നത്തെ സെയിൻറ്റ് അഗസ്റ്റിൻ, അന്ന് അവിടെ സമർപ്പിച്ച കാര്യങ്ങളാണ് ആ സിനഡ് ഏറ്റെടുത്തത്, അംഗീകരിച്ചത്. ബിഷപ്പ് ജെറോം, അദ്ദേഹം വളരെ വിശുദ്ധനായ മനുഷ്യനാണ്, എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈഗോയെ അതൊരൽപ്പം ഹേർട്ട് ചെയ്തു. അദ്ദേഹം ഏതായാലും ഫാദർ അഗസ്റ്റിനെ കൺഗ്രാജുലേറ്റ് ചെയ്ത് ഒരു കത്തെഴുതി. അതിനിടയ്ക്ക് ചെറിയൊരു കൊട്ട് ഫാദർ അഗസ്റ്റിന് കൊടുത്തു. ഇടയ്ക്കൊക്കെ നിൻ്റെ പഴയ കാലത്തെക്കുറിച്ച് നീ ഓർക്കുന്നത് നല്ലതാണ്. നമുക്കറിയാം സെയിൻറ്റ് അഗസ്റ്റിൻ്റെ പഴയ കാലം അത്ര നല്ലതല്ലായിരുന്നു, വളരെ മോശമായ ജീവിത സാഹചര്യം നയിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. അതിന് മറുപടിയായിട്ട്, ആ കത്തിന് മറുപടിയായിട്ട് ഫാദർ അഗസ്റ്റിൻ ബിഷപ്പ് ജെറോമിന് അയച്ച കത്തിതാണ്. അദ്ദേഹം അതിലെഴുതി, പാപം ചെയ്യാതെ ജീവിക്കാൻ അങ്ങയെ സഹായിക്കുന്ന അതേ ദൈവകൃപയാണ് എൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ പാപങ്ങൾ ക്ഷമിച്ചത്. അത് എനിക്ക് പാപം ചെയ്യാതെ ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവകൃപ കൊണ്ടാണ്. ഇനി എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. എനിക്ക് നന്മ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദൈവകൃപ കൊണ്ടാണ്. എനിക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദൈവകൃപ കൊണ്ടാണ്. എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദൈവകൃപ കൊണ്ടാണ്. എൻ്റെ ജീവിതത്തിൽ ഭൗതികമായ ഐശ്വര്യങ്ങളുണ്ടെങ്കിൽ ദൈവകൃപ കൊണ്ടാണ്. നമുക്കൊന്നിലും മേനോഭാവിക്കാനില്ല. ദൈവകൃപയിൽ വളരാൻ ഒന്നാമതായി നാം ചെയ്യേണ്ടതാണ്, എനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവം ദാനമായി തന്നതാണ് എന്ന ഉറച്ച വിശ്വാസം. ആ വിശ്വാസത്തിൽ ദൈവത്തിന് നന്ദി പറയുക. അപ്പോൾ നമ്മൾ കൃപയിൽ വളരും. ഇനിയും കൃപയിൽ വളരാൻ ആവശ്യമായ മറ്റൊരു പ്രധാനപ്പെട്ട വലിയ പുണ്യമാണ് എളിമ. ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 47-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പരിശുദ്ധ മാതാവ് പറയുകയാണ്, ദാസിയുടെ താഴ്മയെ അവിടുന്ന് കടാക്ഷിച്ചു. ദൂതൻ മറിയത്തെ അഭിസംബോധന ചെയ്തെന്താ? ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ്. ഇവിടെ മറിയം പറയുകയാണ്, ദാസിയുടെ താഴ്മയെ, എളിമയെ ദൈവം കടാക്ഷിച്ചു. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നൊരു കാര്യമുണ്ട്. അഗസ്റ്റിൻ പറയുകയാണ്, മാലാഖമാരെ പിശാചുക്കളാക്കിയത് അഹങ്കാരമാണ്. സാധാരണക്കാരെ മനുഷ്യരായ നമുക്ക് മാലാഖമാരാകാൻ പറ്റും എളിമ എന്ന പുണ്യം അഭ്യസിക്കുന്നതിലൂടെ. മാലാഖമാരെ അവരുടെ അഹങ്കാരം പിശാചുക്കളാക്കി മാറ്റിയെങ്കിൽ മനുഷ്യരായ നമുക്ക് നമ്മുടെ എളിമ മൂലം മാലാഖമാരായിട്ട് വളരാനായിട്ട് നമുക്ക് പറ്റും. അപ്പം എളിമ എന്ന പുണ്യം അത് വളരെ അത്യാവശ്യമാണ് ദൈവകൃപയിൽ വളരാൻ. കാര്യം അഹന്തയുള്ളൊരു വ്യക്തിയിൽ ദൈവത്തിൻ്റെ കൃപയ്ക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. ഇനി മൂന്നാമത്തെ ഒരു പുണ്യം, നമ്മൾ അഭ്യസിക്കേണ്ട ഒരു പുണ്യമാണ് അനുസരണം. ദൈവകൃപയിൽ വളരാൻ അനുസരണം എന്ന പുണ്യം നമ്മൾ അഭ്യസിക്കണം. നമുക്കറിയാം, ഇന്ന് കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും അന്യം നിന്ന് പോകുന്ന ഒരു പുണ്യമാണ് അനുസരണം.
എല്ലായിടത്തും നമുക്ക് വളരെ വ്യക്തമായി അനുസരണക്കേടെന്ന തിന്മ നമുക്ക് കാണാം. ഈ ലോകത്തിലെ ആദ്യത്തെ പാവം തന്നെ ഈ അനുസരണക്കേടായിരുന്നു. ഇപ്പം അനുസരണയിലൂടെ മാത്രമേ ദൈവകൃപയിൽ വളരാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. എന്താണ് അനുസരണം? ദൈവവചനത്തോടുള്ള സ്വതന്ത്രമായ വിധേയത്വമാണ്. കർത്താവ് നമ്മളോട് കൽപ്പിക്കുന്ന കാര്യങ്ങളോടുള്ള സ്വതന്ത്രമായ അനുസരണം, വിധേയത്വമാണ് അത് അനുസരണം. ഇപ്പോൾ ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അബ്രഹത്തോട് ദൈവം പറയുകയാണ്, തനിക്ക് അവകാശമായി ലഭിക്കേണ്ട സ്ഥലത്തേക്ക് പോകാനായിട്ട് ദൈവം ആവശ്യപ്പെട്ടപ്പോൾ അബ്രഹാം അനുസരിക്കുകയാണ്. അബ്രഹാത്തിന് അറിയില്ലായിരുന്നു എവിടേക്കാണ് പോകേണ്ടത്, അവിടുത്തെ സാഹചര്യങ്ങൾ എന്താണ്, ഇതൊന്നും അറിയില്ല. പക്ഷെ അബ്രഹാം അനുസരിച്ചപ്പോൾ അത് വലിയ അനുഗ്രഹമായിട്ട് മാറി. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, മറിയം പറയുകയാണ്, ഇതാ കർത്താവിൻ്റെ ദാസി. ആ ദൈവഹിതത്തിന് സമ്പൂർണ്ണമായി മറിയം സമർപ്പിക്കുകയാണ്, അനുസരിക്കുകയാണ്. അപ്പോഴാണ് ഈ ലോകത്തിലേക്ക് രക്ഷ കടന്നു വന്നത്. വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറഞ്ഞ വളരെ മനോഹരമായൊരു കാര്യമാണ്. അദ്ദേഹം പറയുകയാണ്, നന്മ പ്രവൃത്തികൾ ചെയ്യുക എന്നതല്ല പ്രധാനം, മറിച്ച് ദൈവഹിതം നിറവേറ്റുക എന്നതാണ് പ്രധാനം. കാര്യം നമ്മൾ ചിന്തിക്കുന്ന പല നന്മ പ്രവൃത്തികളും ഒരുപക്ഷെ ദൈവഹിതമാകണമെന്നില്ല. അപ്പം എന്താണോ ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതനുസരിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈശോയെക്കുറിച്ച് പറയുന്നത് തന്നെ ഫിലിപ്പിയർ 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അതേ കുരിശു മരണം വരെ അവൻ അനുസരണമുള്ളവനായിരുന്നു. അപ്പോൾ അനുസരണയിലൂടെ മാത്രമേ ദൈവകൃപയിൽ വളരാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. ഇനി 4-മത്തെ ഒരു ദൈവിക പുണ്യം ഇതാണ്. ദൈവകൃപയിൽ വളരാനായിട്ട് സഹനങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ സഹനത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. കാരണം ഒരു ക്രിസ്ത്യാനി പ്രത്യാശ വച്ചിരിക്കുന്നത് ഈ ലോകത്തിലല്ല, മറിച്ച് വരാനിരിക്കുന്ന നിത്യമഹത്വത്തിലാണ്. എന്നാൽ ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 35-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആദിമ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു, ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു, എങ്കിലും മെച്ചപ്പെട്ട പുനരുദ്ധാനം പ്രതീക്ഷിച്ച് തങ്ങളുടെ പീഡകളിൽ നിന്നും ഓടി ഒളിക്കുവാൻ അവർ കൂട്ടാക്കിയില്ല. അപ്പം ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ സഹനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വിശുദ്ധ മദർ തെരേസ പറയുകയാണ്, സഹനങ്ങൾ ഈശോ നൽകുന്ന ചുംബനങ്ങളാണ്. സഹനങ്ങൾ നമുക്ക് ഒരു ചുംബനം തരാൻ ഈശോ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. ലീമായിലെ വിശുദ്ധ റോസ പുണ്യവതി പറയുകയാണ്, വേദനകളും ദുഃഖങ്ങളും ഇല്ലാതെ കൃപയുടെ ഔന്നത്യത്തിലേക്ക് എത്താൻ നമുക്കൊരിക്കലും സാധിക്കുകയില്ല. സഹനങ്ങൾ വർദ്ധിക്കുന്നതോടൊപ്പം ദൈവകൃപയും വർദ്ധിക്കുന്നു. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള പറയുകയാണ്, ധാരാളം സഹനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതൊരു അടയാളമാണ്. ദൈവത്തിന് നിന്നെക്കുറിച്ച് നിശ്ചയമായും ഒരു വലിയ പദ്ധതിയുണ്ട്, അത് നിന്നെ ഒരു വിശുദ്ധനാക്കാനായിട്ടാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഈശോ നൽകുന്ന ചുംബനങ്ങളാണ്. സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അതോടൊപ്പം ദൈവകൃപ നമ്മളിൽ വർദ്ധിക്കുന്നു. ആ സഹനങ്ങൾ അത് നമ്മളെ വിശുദ്ധനാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. ഈശോ തന്നെ വളരെ വ്യക്തമായിട്ട് നമ്മളെ ക്ഷണിച്ചത് ആ ജീവിതത്തിലേക്കാണ്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഈശോ പറയുന്നു, നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അനുദിന ജീവിതത്തിലെ കുരിശുകളെ സന്തോഷത്തോടെ ഏറ്റെടുത്ത് എൻ്റെ പിന്നാലെ വരാനായിട്ടാണ്. വീണ്ടും തിമോത്തിയോസിനെഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യത്തിലെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ നല്ല പടയാളികളെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ കൊച്ചു കൊച്ചു സഹനങ്ങളെ സന്തോഷത്തോടെ ഏറ്റെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മൾ ദൈവകൃപയിൽ കൂടുതലായി വളരും. ഇനി അവസാനമായിട്ടൊരു പോയിൻ്റോടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് അച്ചടക്കമുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്ക് ആവശ്യമാണ്. ദൈവകൃപയിൽ വളരാനായിട്ട് ഒന്ന് നമ്മൾ കണ്ടു, എല്ലാം ദൈവം തന്ന ദാനമാണെന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണം. എളിമ എന്ന പുണ്യത്തിൽ നമ്മൾ വളരണം, അനുസരിക്കണം, ജീവിതത്തിലെ സഹനങ്ങളെ സന്തോഷപൂർവ്വം ഏറ്റെടുക്കണം. 5-മതായി അച്ചടക്കമുള്ള ഒരു പ്രാർത്ഥന ജീവിതം നമുക്ക് വേണം. ഇത് പലപ്പോഴും വളരെ സൗകര്യപൂർവ്വം നമ്മൾ ഒഴിവാക്കുന്ന ഒന്ന് നമ്മുടെ പ്രാർത്ഥനയാണ്. നമ്മളിൽ എത്ര പേർ, നമുക്കൊന്ന് സ്വയം ചിന്തിക്കാം, എത്ര പേര് കൂടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ടുള്ള താല്പര്യം കാണിക്കുന്നുണ്ട്? നമ്മളിൽ എത്ര പേര്
കൃത്യമായി ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്? നമ്മളിൽ എത്ര പേർക്ക് കൂടെ കൂടെ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കുമ്പസാരിക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്? നമ്മുടെ എത്ര കുടുംബങ്ങളിൽ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയുണ്ട്? എല്ലാ ദിവസവും ഒരു ജപമാലയെങ്കിലും ചെല്ലുന്ന എത്ര പേര് നമ്മളുടെ കൂട്ടത്തിലുണ്ട്? ഒരു 2 മിനിറ്റെങ്കിലും ഒരു ദിവസം ബൈബിൾ വായിക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്താറുണ്ടോ? അപ്പം ദൈവകൃപയിൽ വളരണമെന്നുണ്ടെങ്കിൽ അച്ചടക്കമുള്ളൊരു പ്രാർത്ഥനാ ജീവിതം നമുക്ക് ആവശ്യമാണ്. അതിന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. നമുക്ക് രക്ഷ നൽകുന്ന കൂദാശയാണ്. കർത്താവ് എത്ര വ്യക്തമായിട്ട് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പറയുകയാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, നിത്യരക്ഷയുണ്ട്. നമ്മുടെ ഈ ലോക ജീവിതം ഏതാനും വർഷങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ലക്ഷ്യം വച്ചിരിക്കുന്നത് സ്വർഗമാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ ദൈവകൃപയിൽ വളരണം. ദൈവകൃപ ആത്യന്തികമായി നമ്മളെ സഹായിക്കുന്നത് സ്വർഗത്തിൽ എത്തിച്ചേരാനാണ്, നിത്യജീവനിൽ എത്തിച്ചേരാനാണ്. അതിന് പ്രാർത്ഥനാ ജീവിതം കൂടിയേ തീരും. വിശുദ്ധ കുർബാന സ്വീകരണം. വിശുദ്ധ അൽഫോൻസ് ലീഗോര് പറഞ്ഞ ഒരു കാര്യം ഇതാണ്: മറിയത്തിന് ഈശോയോടുള്ള സ്നേഹത്തെക്കാളും അപ്പസ്തോലന്മാരുടെ വിശ്വാസ തീക്ഷ്ണതയെക്കാളും രക്തസാക്ഷികളുടെ രക്തസാക്ഷിത്വത്തെക്കാളും വലിയ ബഹുമാനമാണ് ഒരു വിശുദ്ധ കുർബാനയിൽ നാം ദൈവത്തിന് നൽകുന്നത്. പ്രിയമുള്ളവരെ, നമുക്കൊരു പ്രത്യേക താല്പര്യം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട്. ഒത്തിരി ദൈവകൃപ നമ്മൾ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാനയിൽ. അതുപോലെ കുമ്പസാരിക്കാനായിട്ട് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും, അല്ലെങ്കിൽ എപ്പോഴൊക്കെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോഴൊക്കെ ഒന്ന് കുമ്പസാരിക്കാനായിട്ട്, അനുതാപത്തോടെ കുമ്പസാരിക്കാനായിട്ട് സമയം നമ്മൾ കണ്ടെത്തണം. എല്ലാ ദിവസവും ബൈബിള് ഒരധ്യായമെങ്കിലും വായിക്കാനായിട്ട്. ഒത്തിരി സമയം എടുക്കുന്ന കാര്യമൊന്നുമില്ല, അല്ലേ? എന്തുമാത്രം സമയം നമ്മൾ TV കാണാനായിട്ട് ചിലവഴിക്കുന്നു, മറ്റ് കാര്യങ്ങൾക്കൂടെ ചിലവഴിക്കുന്നു. ഒരധ്യായം ബൈബിളെങ്കിലും ഒന്ന് വായിക്കാനായിട്ട്. അതുപോലെ കുടുംബ പ്രാർത്ഥന. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബമാണ് ഒന്നിച്ച് നിലനിൽക്കുന്നത്. ഇന്ന് പല കുടുംബങ്ങളും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. പുറമേ നോക്കുമ്പോൾ എല്ലാം ഭംഗിയാണ്, പക്ഷേ കുടുംബത്തിനകത്ത് പലതരത്തിലുള്ള പ്രതിസന്ധികൾ, തകർച്ചകൾ, വഴക്കും സമാധാനമില്ലാത്ത അവസ്ഥയും. എന്താണ് കാരണം? ആ ദൈവകൃപ, വിവാഹമെന്ന കൂദാശയിൽ സ്വീകരിച്ച ദൈവകൃപയിൽ നിലനിൽക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. ആ കൃപയിൽ നിലനിൽക്കാനായിട്ട് പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥന വേണം. അപ്പനും അമ്മയും മക്കളും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം, ആ കുടുംബം മാത്രമേ കൃപയിൽ വളരത്തുള്ളൂ. പ്രിയമുള്ളവരെ, ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഒന്നുകൂടെ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാം. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ ഓരോരുത്തരും സ്വീകരിച്ചിരിക്കുന്ന ദൈവകൃപ നമ്മൾ വ്യർത്ഥമാക്കരുത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാ ദിവസവും കൃപ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പോലും അറിയാതെ ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ നിന്നും ചോർന്നു പോകുന്നു, നമ്മുടെ ചില ബലഹീനതകൾ മൂലം. ആ ബലഹീനതകൾ എന്തെന്ത് കണ്ടെത്തി അത് കറക്റ്റ് ചെയ്യാനായിട്ട് ബോധപൂർവകമായൊരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ഇനി ദൈവകൃപയിൽ ആഴത്തിൽ വളരാൻ, കൂടുതലായി വളരാൻ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ സന്തോഷപൂർവ്വം നമ്മൾ ഏറ്റെടുക്കണം, നമ്മൾ അനുസരിക്കണം. അത് ദൈവത്തോടുള്ള അനുസരണം, ഈ ഭൂമിയിൽ നമ്മൾ അനുസരിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരുള്ള വിധേയത്വം, എളിമയെന്ന പുണ്യം നമ്മൾ അഭ്യസിക്കണം. നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ ദാനങ്ങളും നന്മകളും ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണം. അച്ചടക്കമുള്ളൊരു പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടാകണം. പ്രിയമുള്ളവരെ, അങ്ങനെ ദൈവകൃപയിൽ സമർത്ഥമായി വളരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.
ദൈവമേ എന്നോടു കരുണ തോന്നണമേ, ദയാപൂർവമെൻ പാപം മായ്ക്കണമേ. ദൈവമേ എന്നോടു കരുണ തോന്നണമേ, ദയാപൂർവമെൻ പാപം മായ്ക്കണമേ. അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു, അങ്ങേ സന്നിധി തിന്മ ചെയ്തു. അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു, അങ്ങേ സന്നിധി തിന്മ ചെയ്തു. നീതിയോടെന്നെ വിധിക്കരുതേ, കരുണയോടെന്നെ നോക്കണമേ. നീതിയോടെന്നെ വിധിക്കരുതേ, കരുണയോടെന്നെ നോക്കണമേ. ദൈവമേ എന്നോടു കരുണ തോന്നണമേ, ദയാപൂർവമെൻ പാപം മായ്ക്കണമേ. സോപ്പാക്കൊണ്ടെന്നെ കഴുകിയിടണേ, മഞ്ഞുപോൽ നിർമ്മലനായിടും ഞാൻ. സോപ്പാക്കൊണ്ടെന്നെ കഴുകിയിടണേ, മഞ്ഞുപോൽ നിർമ്മലനായിടും ഞാൻ. നവമൊരു ചൈതന്യം നിറച്ചിടണേ, നിർമ്മല ഹൃദയം നൽകിടണേ. നവമൊരു ചൈതന്യം നിറച്ചിടണേ, നിർമ്മല ഹൃദയം നൽകിടണേ. ദൈവമേ എന്നോടു കരുണ തോന്നണമേ, ദയാപൂർവമെൻ പാപം മായ്ക്കണമേ. സന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ നീ. അങ്ങേ സന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ നീ. അങ്ങേ പരിശുദ്ധനെ എന്നിൽ നിന്നും എടുത്തിടരുതേ ഒരു നാളിലും. അങ്ങേ പരിശുദ്ധനെ എന്നിൽ നിന്നും എടുത്തിടരുതേ ഒരു നാളിലും. ദൈവമേ എന്നോടു കരുണ തോന്നണമേ, ദയാപൂർവമെൻ പാപം മായ്ക്കണമേ.
മനസ്സല്ലോ സ്വീകാര്യമാം ബലി. നുറുങ്ങിയ ഹൃദയത്തെ തള്ളിടല്ലേ. ഉരുകിയ മനസ്സല്ലോ സ്വീകാര്യമാം ബലി. നുറുങ്ങിയ ഹൃദയത്തെ തള്ളിടല്ലേ. രക്ഷകൻ സ്തോത്രം അനുദിനം പാടാൻ എന്നതരങ്ങളെ ശക്തമാക്കൂ. രക്ഷകൻ സ്തോത്രം അനുദിനം പാടാൻ എന്നതരങ്ങളെ ശക്തമാക്കൂ. ദൈവമേ എന്നോടു കരുണ തോന്നണമേ. ദയാപൂർവമെൻ പാപം മായ്ക്കണമേ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.UAE@gmail.com. പരിശുദ്ധാത്മവരങ്ങളാൽ